ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് തുറന്നു കൊടുത്ത ഫുട് ഓവർ ബ്രിഡ്ജാണ് നമ്മുടെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് നമ്മുടെ കേരളത്തിൻ്റെ കമ്പനിയായ ULCC എന്ന കരാർ കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നത്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലെ ചെർക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെർക്കള ടൗണിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്ക് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഗാ കമ്പനിയാണ് ഈ റീച്ചിലെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലെ മൂന്നാമത്തെ റീച്ചായ നമ്മുടെ നീലേശ്വരം തളിപ്പറമ്പ് റീച്ചിലും മെഗാ കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നവംബർ 16 രാവിലെ 8:30 മണിക്കാണ് കേട്ടോ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ ചെർക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. നേരത്തെ ഇവിടെ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ആ സർക്കിളൊക്കെ ഇപ്പോൾ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചെർക്കള ടൗണിൽ നിന്നും നമ്മുടെ മേൽപ്പാലത്തിലേക്കുള്ള ആക്സസിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല പുരോഗതിയാണ് നമ്മുടെ ചെർക്കള ടൗണിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്തെ മേൽപ്പാലത്തിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. രണ്ടാമത്തെ ഭാഗത്തുള്ള വർക്കും ഇപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലതു ഭാഗത്തുള്ള പാലത്തിൽ ഏകദേശം ഗേഡറുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇടതു ഭാഗത്ത് പില്ലറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, മഴക്കാലമായ സമയത്ത് നമ്മുടെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ വർക്ക് അവിടെ സ്റ്റോപ്പായിരുന്നു. അവിടെ മണ്ണിടിച്ചലും വിള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു റോഡിൽ. അവസാനം കളക്ടറൊക്കെ ഇടപെട്ടിട്ട് ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. നിലവിലിപ്പോൾ മഴ മാറിയതോടുകൂടി വർക്ക് നല്ല പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ചെർക്കള ടൗൺ കഴിഞ്ഞ് കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് ഇപ്പോൾ ഇവിടെ പില്ലറിൻ്റെ വർക്ക് ക്യാപ്പൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഈ പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ RE പാനൽ വെച്ച് മണ്ണിട്ട് വരുത്തുന്ന വർക്കാണ് നടക്കുന്നത്. ചെർക്കള സ്കൂൾ ഭാഗത്ത് അണ്ടർ പാസേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് റോഡിൻ്റെ ഇരുവശത്തോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ആക്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളിലും ഇപ്പോൾ അണ്ടർ പാസേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെർക്കള 5 മൈൽ എന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇവിടെ മുതൽ നമ്മളെ നായ്മാർമുല അണ്ടർ പാസേജ് വരുന്ന തൊട്ട് അപ്രോച്ച് റോഡിന് മുമ്പ് വരെ റോഡിൻ്റെ വർക്കെല്ലാം ഫിനിഷായിട്ടുണ്ട്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും ഇപ്പോൾ സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ മേഗാ കമ്പനിയുടെ വർക്ക് സ്റ്റാർട്ടാകുന്നത് നമ്മുടെ ഇന്ദിരാനഗർ കഴിഞ്ഞുള്ള ഈ ഭാഗത്ത് തൊട്ടാണ് കേട്ടോ. ഇവിടെ മുതൽ നമ്മുടെ ULCCയുടെ ചെങ്കള തലപ്പാടി റീച്ച് സ്റ്റാർട്ടാവുകയാണ്. നമ്മുടെ ULCCയുടെ ഭാഗത്ത് റോഡിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഇവർ ഫുട് പാത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ നിലവിൽ നടന്നു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ റീച്ചിലും മേഗാ കമ്പനിയുടെ വർക്കും ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മുതൽ സെൻട്രൽ ഡിവൈഡറും ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ ഭാഗത്ത് പെയിൻറ്റിങ് വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. റോഡിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ടാറിംഗ് പ്രവൃത്തികളൊക്കെ
ചെങ്കള 4 മൈൽ എന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലിയൊരു അണ്ടർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞാണ് കേട്ടോ. എന്തായാലും 2025 കൂടി നമ്മുടെ ആദ്യത്തെ റീച്ച് മുഴുവനായിട്ടും തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പാണലം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ മുതൽ നമ്മുടെ നായ്മാറമൂലയിൽ അണ്ടർ പാസേജ് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ നായ്മാറമൂലയിൽ സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നായ്മാറമൂലയിൽ കുറച്ച് ലേറ്റായിട്ടാണ് അണ്ടർ പാസേജിൻ്റെ വർക്ക് തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇവിടെ വർക്ക് ലാഗാവാൻ കാരണം. എന്തായാലും ഇപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ഇരുവശത്തോട്ട് പോകുന്നുണ്ട്. നിലവിലിപ്പോൾ നല്ല ഫാസ്റ്റായി തന്നെയാണ് ഇവിടെ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾ അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നിലവിൽ നടക്കുന്നത്. നായ്മാറമൂല അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡ് ഉണ്ടാവുന്ന ഭാഗം മുതൽ കുറച്ച് ഭാഗത്തായി നമ്മളെ BC റോഡ് വരെ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലതുഭാഗത്തായിട്ട് നമുക്ക് ഫ്രിക്ഷൻ സ്ലാബ് നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. BC റോഡിലുള്ള അണ്ടർ പാസേജ് നേരത്തെ വർക്ക് കഴിഞ്ഞിട്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ സർവീസ് റോഡ് കൂടിയാണ് കേട്ടോ വാഹനങ്ങൾ പോകുന്നത്. നേരത്തെ സർവീസ് റോഡ് സെറ്റാക്കി വെച്ചതാണ്. നമുക്കറിയാം നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് BC റോഡ്. ഇവിടെയാണ് ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ BC റോഡ് കഴിഞ്ഞ് നമ്മുടെ വിദ്യാനഗർ അണ്ടർ പാസേജ് വരുന്നുണ്ട്. 2 സ്പാനോട് കൂടിയ അണ്ടർ പാസേജാണ് അവിടെ അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ വർക്ക് ഇപ്പോൾ തകൃതിയിൽ നടക്കുകയാണ്.
നമ്മൾ വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നേരത്തെ ഇരുവശത്തോട്ടും റോഡ് മുറിച്ച് കറക്കാൻ വേണ്ടി ചെറിയൊരു ആക്സസ് നൽകിയിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നതിനാൽ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മറുവശത്തോട്ട് നമ്മുടെ വിദ്യാനഗർ കഴിഞ്ഞ് നമ്മുടെ ഒളയത്തടുക്ക മധൂർ റോഡ് ഭാഗത്തോട്ട് പോകുന്നവർക്ക് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി നമ്മൾ അണങ്കൂർ ഭാഗത്തോട്ട് പോകണം. അവിടെ നിന്നാണ് തിരിച്ച് ഇങ്ങോട്ട് യു ടേൺ അടിച്ചിട്ട് വരേണ്ടത്. എന്തായാലും നേരത്തെ നമ്മുടെ ഗവൺമെൻറ് കോളേജ് ഭാഗത്ത് റോഡ് ചെറുങ്ങനെ മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് സൗകര്യമുണ്ടായിരുന്നു. നിലവിൽ റോഡിൻ്റെ വർക്ക് ഏകദേശം അവസാന ഘട്ടമായതോടുകൂടി അവിടെയും ക്ലോസ്ഡാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് അണ്ടർ പാസേജ് തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിദ്യാനഗർ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നേരത്തെ ഫിനിഷ് ആയതാണ് കേട്ടോ. ഇവിടെ മുതൽ നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് വരെ ഏകദേശം റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് കോളേജിൻ്റെ ഭാഗത്ത് ചെറിയ കുന്നും പ്രദേശം അവിടെ മാത്രമാണ് കുറച്ച് ടാറിംഗ് പ്രവൃത്തികൾ ബാക്കിയായിട്ടുള്ളത്. നിലവിൽ ടാറിംഗ് പ്രവൃത്തികൾ നല്ല പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗവൺമെൻറ് കോളേജിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് കേട്ടോ ഇവർ ഈ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫുട് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട്. ഇവിടെ കുറച്ച് കുന്നൻ പ്രദേശമായിരുന്നു, കുറച്ച് ഉയർന്ന പ്രദേശമായിരുന്നു. നമുക്കൊക്കെ അറിയാം മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ റീച്ചിൽ കുന്ന് പോലെയുള്ള പ്രദേശത്ത് മണ്ണെടുത്ത് താഴ്ന്നിട്ട് അവിടെ ഓവർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഓവർ പാസേജ് അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ മലപ്പുറം റീച്ചിലാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിൽ 2 ഓവർ പാസേജ് അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ബന്ദിയോടും പിന്നെ വരുന്നത് നമ്മുടെ ഒസങ്കടിയിൽ കേട്ടോ. അവിടെ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലാണ്. എന്തായാലും ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്ത് വരുന്ന ഫുട് ഓവർ ബ്രിഡ്ജ് വിദ്യാർത്ഥികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. നമ്മുടെ ഗവൺമെൻറ് കോളേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇവിടെ കുറച്ച് ഉയർന്ന പ്രദേശമായിരുന്നു കേട്ടോ. മണ്ണെടുത്ത് താഴ്ന്നിട്ടാണ് നിലവിൽ 6 വരി പാത വരുന്നത്. 2 ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഉയരത്തിലാണ് വരുന്നത്. ഇവിടെയാണ് നേരത്തെ ടാറിംഗ് പ്രവൃത്തികൾ ബാക്കിയായിട്ടുള്ളത്. നിലവിലിപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. എന്തായാലും നമ്മുടെ വിദ്യാനഗറും BC റോഡിലെയും അണ്ടർ പാസേജ് വർക്ക് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതോടുകൂടി മുഴുവനായിട്ട് തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നായ്മാറ മൂലയിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ചെറുക്കള മുതൽ നുള്ളിപ്പാടി വരെ റോഡിൻ്റെ വർക്കെല്ലാം ഫിനിഷാവും. വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കാൻ സാധിക്കും. നിലവിൽ ഈ ഭാഗത്തൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ്. ലൈറ്റിങ്ങിൻ്റെ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു. നിലവിൽ നമ്മൾ കാസർഗോഡ് ഭാഗത്തോട്ട് പോകുമ്പോൾ BC റോഡ് കഴിഞ്ഞ് നമ്മുടെ അണങ്കൂർ എത്തുന്നതിന് ഈ ഭാഗത്തുനിന്ന് യു ടേൺ അടിച്ചിട്ട് വേണം വിദ്യാനഗർ ഭാഗത്തോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. നമ്മൾ അണങ്കൂർ അണ്ടർ പാസേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അണ്ടർ പാസേജ് ചെറിയൊരു അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തായാലും ULCCയുടെ ഭാഗത്ത് നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
നമ്മൾ തുള്ളിപ്പാടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു ആക്സസ് നൽകിയിട്ടുണ്ട് വാഹനങ്ങൾക്ക് ഇരുവശത്തോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ട്. അത് താൽക്കാലികം മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ അണ്ടർ പാസേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. 3 ദിവസം മുമ്പ് വരെ ഇവിടെ സമരപ്പന്തൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഭാഗത്ത് ഇപ്പോൾ അണ്ടർ പാസേജ് അനുവദിച്ച് കിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലത്തിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക്, നേരത്തെ പെൻഡിങ് ആയിരുന്ന വർക്ക് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ RE പാനൽ വെച്ചിട്ട് ഇപ്പോൾ മണ്ണിട്ട് വരുന്ന വർക്ക് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നുള്ളിപ്പാടി കഴിഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം സ്റ്റാർട്ടാവുന്ന നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത് നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയർമാരുടെ ഒരു വിസ്മയം തന്നെയാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒറ്റത്തൂണിൽ വരാൻ പോകുന്ന 6 വരിപ്പാലം. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഫുള്ളായിട്ടുള്ള അപ്ഡേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരെയ്ക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.